ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചായ ബജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഹൈദരാബാദിലേക്ക് ഇതാ ഈ കാർ ഒന്ന് കൊണ്ടെത്തിക്കണം. ഇതിൽ കുറച്ച് സാധനം ഉണ്ട്, അത് എത്തിക്കണം. ഈ കാറും ഇതിലെ സാധനം നമ്മളെ രാഹുലേട്ടൻ്റെ ആണ്, നമ്മളൊരു കസിനാണ്. മൂപ്പര് ഹൈദരാബാദിലേക്ക് ജോലി ഷിഫ്റ്റ് ആയിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ആ ടാസ്ക് ഏറ്റെടുത്തു, ഞാൻ കുഞ്ഞുസും അഞ്ചും. കൂട്ടത്തിൽ നമുക്കൊരു ട്രിപ്പും കൂടെ ആയി. അപ്പൊ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ചാനലിന്റെ പേര് മറക്കണ്ട, ചായ ബജി. നമ്മുടെ ഈ യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് എല്ലാം തുറന്നു കഴിഞ്ഞാൽ മൊത്തം കാണുന്ന ഒരു വീഡിയോ ഇതായിരിക്കും. ഏലിയൻസ് ഇവിടെ ഇങ്ങനെ പേടകം കണ്ട് നല്ല മറ്റുള്ള വാർത്തകൾ ഇപ്പൊ അധികം യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഒരു ചേഞ്ച് എന്തോ സംഭവിക്കാതിരിക്കുന്നുണ്ട് ഭൂമിയിൽ, മൊത്തത്തിലൊരു മാറ്റം. അപ്പൊ എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാനിങ്ങനെ കുറെ മാറ്റത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ട് ഞാനൊരു സ്ഥലത്ത് അങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഒരു സമൂഹത്തിന്റെ കൂട്ടത്തില്, സമൂഹം എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുണ്ട് ഈ സംഭവങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതും നല്ല മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ ആൾക്കാരെ ഒന്നിപ്പിക്കുന്ന അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ കാര്യമായിട്ട് ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മുടെ ഈ ലോകത്ത് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മതമാണ്. മതത്തിന്റെ പ്രാന്തും ഇങ്ങനെ മതത്തിന്റെ ലോകത്തേട് നോക്കിയാൽ ഈ മതഭ്രാന്ത് കൊണ്ടാണ് ഈ യുദ്ധങ്ങളും മറ്റും എല്ലാം സംഭവിക്കുന്നത്. അപ്പോ ഒരു കമ്മ്യൂണിറ്റി, അതായത് ഓൾട്ടർനേറ്റീവ് കൾച്ചർ എന്നുള്ള ആശയം ഇപ്പൊ സൗദിയിൽ വരെ അത് വരാൻ പോകുന്നതാണ് നമുക്കിപ്പോ അറിയാൻ പറ്റുന്നത്. ഇപ്പൊ ലോകത്ത് മൊത്തം അത് സംഭവിക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതായിരിക്കും ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പോ എല്ലാ മതവും ഒന്നാണെന്നും എല്ലാത്തിന്റെയും ബാക്കിലുള്ള ദൈവം, അതായത് സൃഷ്ടി ഒന്നാന്നുള്ള കൺസെപ്റ്റില് അങ്ങനെ കുറെ ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. മുന്നോട്ട് വന്നതിൽ ഏറ്റവും ടോപ്പിലുള്ള ഒരാളാണ് നമ്മളെ കൂടെയുള്ള മിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടില്ലേ, അതായത് മോസാൻ മിസ്റ്റിക് എന്ന് വെച്ചാൽ അത്രയും ബിസിനസ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങ് ടോപ്പില് ദുബായിൽ എത്തിയെടുത്തുന്ന മൂപ്പർക്ക് മോസാൻ മിസ്റ്റിക്കിനൊരു ദൈവഭയം വന്നിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു ആശയമുണ്ട് നമ്മുടെ കയ്യിൽ, അതായത് മിസ്റ്റിക് പ്രയർ എന്ന് പറഞ്ഞിട്ടില്ലേ. ആ പ്രയറിൽ ഞാനിപ്പോ കുറെ കാലമായിട്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് എന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ട്. എന്താ വെച്ചാൽ എന്റെ ജീവിതത്തിൽ ടെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം മാറി കിട്ടി. ഈ ഭയമില്ല, എല്ലാത്തിനും ഒരു പേടി അങ്ങനത്തെ എല്ലാം മാറി കിട്ടി. പിന്നെ സംസാരിക്കാനുള്ള ഇത് എന്തിപ്പോ തുറന്ന് സംസാരിക്കും. പിന്നെ ഇങ്ങനെ കള്ളം പറയേണ്ടത് അങ്ങനത്തെ എല്ലാം മാറി കിട്ടി. ഒന്നാമത് പിന്നെ എല്ലാവരോടും സ്നേഹം കൂടി. ഇപ്പൊ നമ്മളോട് ആരും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവരോട് സ്നേഹം തോന്നുന്നു, ഒന്നും തോന്നില്ല. അങ്ങനെ ഒരു മാറ്റം എനിക്ക് വന്നിട്ടുണ്ട്. അതായത് മിസ്റ്റിക്കിന്റെ, നമ്മുടെ മോശം മിസ്റ്റിക്കിന്റെ ഒരു കഴിവ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഈ സംഭവത്തിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ഈ പുതിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട്, യങ്സ്റ്റേഴ്സാണ് കൂടുതലായിട്ട് ഇത് എന്തായാലും ഉൾക്കൊള്ളുക. നമുക്കറിയാം എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു ആശയമുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനെ മതത്തിന്റെ പേരിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പിരിഞ്ഞു നടക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരേ ഒരു ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന മതങ്ങളേ ഉള്ളൂ. നമ്മൾ ഇതിനപ്പുറം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒറ്റൊരു സൃഷ്ടി മാത്രമേ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ആശയത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ശരിക്കും നല്ലൊരു സംഭവമാണത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് അതൊരു നല്ലൊരു സന്ദേശമാവട്ടെ. കേരളത്തിലെ എല്ലാവർക്കും അത് ഉപകാരപ്പെടണമെന്ന് എനിക്കും കൂടി ആഗ്രഹമുണ്ട്. എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, എൻ്റെ സഹോദരങ്ങൾക്കും അത് ഉപകാരപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോ കൂടി കാണാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് മധൂരേക്ക് പോകുന്ന റൂട്ടാണ്. ഈ മധൂർ ടെമ്പിളിൻ്റെ മുമ്പിലുള്ള അവസ്ഥയാണ്. മൊത്തം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അത് തൊട്ട് മുമ്പിലും ആ ചെറിയ പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ പോകുന്നത് നമുക്ക് റിസ്ക്കാണ്. നമ്മൾ ഈ റൂട്ട് ത്രൂ സുള്ളിയെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരിച്ച് നമ്മൾ ചെറുക്കള വഴി തന്നെ വീണ്ടും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായി. ഏത് മഴ വരാം, ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. ഇപ്പൊ നമ്മൾ ഇത് ഈ ഏരിയയിലെത്തിയപ്പോൾ ഇവിടെ മഴ കുറവാണ്. ഏത് വെച്ചാല് ചെറുക്കള സുള്ളിയ റോഡിലാണ് നമ്മളില്. ഹൈവേ മൊത്തം പൊളിഞ്ഞ് പാളി സൈഡിലുണ്ട്. നേരെ കാസർഗോഡ് കാഞ്ഞങ്ങാട് നമ്മളെ ബൈപ്പാസ് റോഡ് കയറി കാസർഗോഡ് ടൗണിലെത്തി എത്തിയിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങനെ ചെറുക്കള പിടിച്ച് ചെറുക്കളയെന്ന് സുള്ളിയിലേക്ക് പോകുന്നു. സുള്ളിയെന്ന് ഇനി നമ്മളങ്ങനെ മൈസൂര്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം അടുത്തി കുറ്റിക്കോലെത്തി. ഈ ഇവിടത്തേക്ക് വന്നേ കുറ്റിക്കോൽ. ഇത് നമുക്ക് അതിൽ വരാൻ പറ്റുന്ന റോഡ്. ഇത് ഈ കുറ്റിക്കോൽ എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് ശരിക്കും പറഞ്ഞാല് പൊയിനാച്ചി ആ റൂട്ടിലേ വരാം.
അല്ലെങ്കിൽ പെരിയ അങ്ങനെ. പക്ഷെ പെരിയ ആ റോഡെല്ലാം മോശമാണ്, നമ്മൾ ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ. അത് ഗൈസ് ഇതാ റോഡിൽ ഫുള്ള് ചളിയെല്ലാം ആയിട്ട് കുറച്ച് ചെറുപ്പക്കാരായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. അധ്വാനിക്കുന്ന യുവത്വം കണ്ട, എന്താണ് ലക്ഷ്യബോധം. നല്ല ടീമാണ് കണ്ട, വണ്ടിയെല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ ഫുള്ള് വൃത്തിയാക്കുന്നുണ്ട്. മൊത്തം ചളി ഒലിച്ചു വന്നു മഴയത്ത്. നല്ല ചെറുപ്പക്കാരാണ്ട. ഇങ്ങനെയുള്ള ആൾക്കാർ വേണം നമ്മുടെ നാട്ടിൽ. ആടാ ആയൊക്കെ ആക്കണ്ട്. കുഞ്ഞിന്റെ സ്പേസ് കാണിച്ചേ, എന്തെല്ലാം ഉണ്ടാടാ? കളിക്കാനെന്തും ഉണ്ടോ കുഞ്ഞിന്? ഇല്ലേ? ഇല്ല അല്ലേ, സാരമില്ല. ഇതിപ്പോ അവിടെ താഴത്തുള്ള സാധനങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ സീറ്റിന്റെ അടിയിലൊക്കെ കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെ രണ്ട് സൈഡിൽ സാധനം ഉണ്ട്. അപ്പൊ കുഞ്ഞിന് വേണേ കിടക്കാം നല്ല രീതിയിൽ. എന്തെങ്കിലും വിരിച്ചു കഴിഞ്ഞാല് നല്ല രീതിയിൽ കിടക്കാൻ പറ്റും. അപ്പൊ ഗൈസ് നമ്മള് മടിക്കേരി എത്തി. നല്ല മൂടം പിടിച്ചൊരു കാലാവസ്ഥ കണ്ട. മടിക്കേരി കോഫീന്റെ അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് മടിക്കേരി ഒരു കോഫി കുടിച്ചിട്ട് ബാക്കി യാത്ര തുടങ്ങാം. ഇനി മടിക്കേരി നേരെ മൈസൂർ ബാംഗ്ലൂർ, ഹൈദരാബാദ്. അയ്യോ ക്ഷീണം വരുന്നത്. അവിടെ നല്ല തിരക്കാ ഹോട്ടലിൽ. അപ്പൊ അടുത്ത ഹോട്ടൽ പിടിക്കാം നമുക്ക്. ചായ ഓക്കെ. കുഞ്ഞുവിന് ചൂട് ചായ, നമുക്ക് കാപ്പി. ഉച്ചക്ക് കഴിച്ച പിന്നെ നമ്മൾ പിന്നെ വേറെ ഫുഡൊന്നും കഴിച്ചില്ല. ഒരു ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മടിക്കേരി തൊട്ടുതാ ഇങ്ങനെ യാത്ര ചെയ്ത് ലാസ്റ്റ് എത്തിയത് ഈ ബാംഗ്ലൂർ മൈസൂർ റോഡിൽ. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് ഞാൻ ചിക്കൻ നൂഡിൽസ് ഉണ്ടോയെന്ന് ആദ്യം ചോദിച്ചു. അറിയാണ്ട് ചോദിച്ചു പോയി. അപ്പോൾ ഒരു മസാല ദോശയും നൂഡിൽസും ഓർഡർ ചെയ്തിട്ട് ഫുഡ് അടി തുടങ്ങി. ഫുഡ് കഴിച്ചിട്ടാകുമ്പോൾ കുഞ്ഞിന് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം. അപ്പോൾ കുഞ്ഞിന് മാത്രം മേടിക്കേണ്ട കാരണം നമ്മൾ മൂന്നാളും ഓരോരോ ഫ്ലേവർ ഐസ്ക്രീം മേടിച്ചു. ഹലോ ഗൈസ്, നമ്മളെ ഫസ്റ്റത്തെ ഫാസ്റ്റേക്ക് ഇതാ കണ്ട. മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ ആദ്യത്തെ ഫാസ്റ്റ്. ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നൊരു ശീലമായി. അപ്പോൾ നല്ലൊരു ചായ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തു. ഈ കാണുന്ന കിയ കാറിൻ്റെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇവിടെ സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്. പുതിയ കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്ന ഇവിടെ നിന്നാന്ന് തോന്നുന്നു. ഉറക്ക് വരാൻ തുടങ്ങുമ്പോൾ വണ്ടി നിർത്തുക, സൈഡാക്കുക, ഒന്ന് മുഖം കഴുകുക, ഒരു ചായ കുടിക്കുക. ഇവിടുത്തെ ചായ എന്ന് വെച്ചാൽ ചെറിയൊരു കപ്പിൽ വരുന്ന ചായയാണ്. പക്ഷെ മധുരം രക്ഷയില്ല. നല്ല മധുരം, ഒരു രക്ഷയില്ലാത്ത മധുരം. ഈ കപ്പ് നിങ്ങൾക്ക് കണ്ടാലേ ചെറിയ ഒരു വിരലോളം വരുന്ന കപ്പാണ്. ഒരു വിരലിൻ്റെ അത്രയില്ല ചെറിയൊരു കപ്പ്. അപ്പോൾ ഞാനും അഞ്ചോരൊരു ചായ ഓർഡർ ചെയ്തിട്ട് കുടിക്കാൻ തുടങ്ങി. കുറേ നേരം ഉറക്കത്തിന് പിടികൊടുക്കാണ്ട് വണ്ടി ഓടിച്ചു. പിന്നെ കുറച്ച് നല്ല ഉറക്കം വന്നപ്പോൾ സൈഡാക്കി ഉറങ്ങി. എണീറ്റപ്പോൾ കണ്ട കാഴ്ചയാണ് നല്ല സൂര്യോദയം, നല്ല ചുവന്ന ആകാശം. വിനായക ചതുർത്ഥിക്ക് കൊണ്ടുവന്നാക്കിയ വിഗ്രഹം തോന്നും. അപ്പോൾ നമ്മൾ തെലുങ്കാന സ്റ്റേറ്റിലെത്തി ഗൈസ്. അപ്പോൾ വരുന്ന വഴിയിൽ കണ്ട ഒരു ചെറിയ ഹോട്ടലാണ്. ചെറുത് നട്ട് കയറിയാണ്. അപ്പോഴേക്കും ബാക്കിൽ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. നല്ല വാഷ്റൂമും നല്ല നീറ്റുള്ള ഹോട്ടലാണ്. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആവണം, ഒന്ന് ബാത്റൂമിൽ പോകണം, ബ്രഷ് ചെയ്യണം, പിന്നെ അത്യാവശ്യം ഫുഡും കഴിക്കണം. പഞ്ചു ഒരാളെ ബ്രഷും ടങ് ക്ലീനറും എല്ലാം എടുക്കുന്നുണ്ട്. യെസ്, മൈ ബ്രഷ് വലുതാക്കലുണ്ടോ? കുഞ്ഞിൻ്റെ ഉറക്കിന് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അതുകൊണ്ട് ഓള് ഫ്രഷാണ്, ഹാപ്പിയാണ്. ഹോട്ടലിൽ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്.
നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കൂടി ഒന്ന് ട്രൈ ചെയ്യണം. തെലുങ്കാനയിലെ ഫുഡ് എങ്ങനെ ഉണ്ടാവണം. അപ്പോൾ മസാല ദോശ അടിപൊളി, രക്ഷയില്ല. അതേപോലെ പൂരിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡെല്ലാം അടിച്ച് വണ്ടി കയറി. കുഞ്ഞുവിന് ലച്ചുവിൻ്റെ ഒരു ടോയ്സ് കിട്ടി. വരുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ് ഗൈസ്, ഒരു റെസ്റ്റോറൻറ്റ്, ഫ്ലൈറ്റിൻ്റെ മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ്. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ നിർത്തിയില്ല. തിരിച്ചു വരുമ്പോഴേക്കും യോഗം ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നോക്കാമെന്ന് വിചാരിച്ചു. പണ്ട് സയൻസിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മണ്ണ്, എക്കൽ മണ്ണില്ലേ, നല്ല കറുപ്പില്ല മണ്ണ്, ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ഇവിടെ കോട്ടൺ ഇങ്ങനത്തെ കൃഷിയെല്ലാം നടക്കും. അപ്പോൾ ഗൈസ് ആകെ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് മാത്രമേ ഉറക്കം കിട്ടിയുള്ളൂ. അപ്പോൾ പിന്നെയും യാത്ര ചെയ്യുന്ന സമയത്ത് ചെറിയ ഉറക്കിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ചായ അടിച്ച് കഴിഞ്ഞാൽ ഉറക്കം ഒന്നും കൂടി ലെവലാവും. നമ്മൾ മാക്സിമം ഉറങ്ങിയിട്ട് ട്രാവൽ ചെയ്തുള്ളൂ ശരിക്കും, എന്നാലേ നമുക്ക് സേഫായിട്ട് എത്താൻ പറ്റും. എൻ്റെ ഇതിൽ ഞാൻ ചെയ്തു വെച്ചാൽ എനിക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ ഹൈദരാബാദ് കുറച്ചുകൂടി കറങ്ങാമെന്നുള്ള രീതിയിൽ ചെറിയ ഉറക്കം എടുത്ത് പിന്നെ അവിടെ പോയി നല്ല രീതിയിൽ ഉറങ്ങാമെന്ന്. എനിക്ക് പിന്നെ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉറക്കത്തിൻ്റെ വലിയ പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ വണ്ടി റൈഡിങ് ഒക്കെ എനിക്ക് ഭയങ്കര ക്രേസുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഉറക്കം വരില്ല. ഉറക്കം വരുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു അരമണിക്കൂർ സൈഡാക്കിയിട്ട് ആ ഉറക്കം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഉറങ്ങും. അപ്പോൾ നമ്മളൊരു ചായയും ഒരു ഓംലെറ്റും കൂടി ഓർഡറാക്കി. കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചായ. ഇഞ്ചിയൊക്കെ ഇട്ടുള്ള ഒരു സ്പൈസി. നമ്മളിപ്പോ ഉള്ളത് ശ്രീ ഭവാനി ധബ, അതായത് നമ്മളെ ഹൈദരാബാദ് 140 സംതിങ് കിലോമീറ്റർ ഇപ്പുറത്ത് ഹൈവേ സൈഡിലെ ഒരു ധബ. അപ്പൊ ഒരു ചായ മേടിച്ചു. ഇതിനാണെങ്കിൽ പാമ്പരാക്കിന്റെ ടേസ്റ്റ് ഇത്ര പോലെ ഇല്ല. എനിക്ക് എന്തെല്ലാം ഇഞ്ചിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിന് എത്ര പൈസ എടുക്കുന്ന അറിയില്ല. ഇതൊരു ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓംലേറ്റ് അടിപൊളി. ഓംലേറ്റ് പിന്നെ വേറെ മിക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓംലേറ്റ് കഴിച്ചിടുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഹൈദരാബാദ് അൾട്രസ് ഹോട്ടലിലെത്തി. ഇവിടെയാണ് രാവിലെ ഏട്ടനും അവർ ഫാമിലി സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഏട്ടനും ടീമും ഇവിടെയുണ്ട്, ഇപ്പം എത്തും. അപ്പോൾ അവരെ കണ്ടിട്ട് അവരെ നേരെ റൂമിലേക്ക് പോവാം, ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം പരിപാടി. നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ റൂമിലെത്തിയാലും എല്ലാം ശരിയാവും. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ സ്റ്റേയിങ് ആണ്. വേറെ റൂമും കാര്യമെല്ലാം ഉണ്ട്, വീടുണ്ട്. അവിടത്തേക്ക് നമ്മൾ ഈ സാധനമെല്ലാം കൊണ്ടുപോയി ഇറക്കണം. അതിന് മുമ്പ് ഭക്ഷണം കഴിക്കണം, ഒന്ന് ഫ്രഷ് ആയിട്ട് ഉറങ്ങണം. അപ്പോൾ രാവിലെ ഏട്ടൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അവർ താഴേക്ക് വരുന്നുണ്ട് പറഞ്ഞു. ഇതാണ് അൾട്രോയിസ്റ്റ് ഹോട്ടൽ. ഇത് ഗ്ലോബൽ ബിസിനസ് ഹോട്ടലാണ്. ഈ ഹോട്ടലിലാണ് രാവിലെ ഏട്ടൻ്റെ 1 വീക്കേക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്ത ഹോട്ടൽ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഏകദേശം ഒരു റൂമിന് 3500 രൂപയോളം പ്രീമിയം റൂമിന് വരും. 3 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഹോട്ടലിൽ. അപ്പോൾ നിങ്ങൾ അവിടെ എപ്പോഴത്തേക്ക് മാറാൻ വേണ്ടിയിട്ട് അത് നമ്മളെ വാസ് ഹോട്ടലുണ്ട്. വാസ് ഹോട്ടലാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് അത് ഒളിച്ചേക്കത്. നമ്മളെ പോലൊക്കെ ഉണ്ട് ഇത് ഇറങ്ങിട്ട്. ഇതാ കമോ 2 ഒടുക്കന്മാരുടെ കിടക്കുന്നുണ്ട്. ഇത് നമ്മളെ മെയിൻ ഇതാ. അങ്ങനെ ഞാനും രാവിലെ പോയിട്ട് ഇവിടുത്തെ ഫേമസ് ഹൈദരാബാദി ബിരിയാണി, കുറച്ച് റൈസ്, ബിരിയാണി പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഉണ്ട്, അത് രണ്ടും കഴിച്ച് ഇനി നമ്മൾ നേരെ ഇവർ ഫ്ലാറ്റിലേക്ക് പോവാം. ഇവർ ഫ്ലാറ്റിലേക്ക് ഇവിടുന്ന് 17 കിലോമീറ്റർ ഉണ്ട്. 3/4 മണിക്കൂറിലധികം ഡ്രൈവിംഗ് ഉണ്ട്. നല്ല ഹെവി ട്രാഫിക് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തി കേസ് വണ്ടി ഒന്ന് ഒതുക്കി വെച്ച് ഇനി ഇതിലെ സാധനങ്ങൾ ഇറക്കണം. കുറച്ച് പണിയുണ്ട്. ഇനി റൂമിൽ പോയി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കാനുണ്ട്. ഇതിനകത്തുള്ള സാധനങ്ങൾ മൊത്തം കുറച്ച് ദിവസം മുമ്പേ രാവിലേട്ടൻ അവിടെ നിന്ന് കൊറിയർ ചെയ്ത് വിട്ടാണ്. അപ്പോൾ ഇതെല്ലാം അൺബോക്സ് ചെയ്യണം, എല്ലാം അതിൻ്റെ ഓർഡറിൽ സെറ്റ് ചെയ്യണം. ഇവിടെ ഉള്ളൊരു പൂജാ റൂം, ഇത് കിച്ചൺ. രേഷ്മേച്ചി കിച്ചണിൽ പണിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അവർ 3 ആളും കൂടി കളി തുടങ്ങി. അവർക്കിതൊന്നും ഒരു ബാധകമായല്ല. നമ്മൾ സാധനമെല്ലാം അടുക്കി വെച്ച് ഏകദേശം സൈഡായി.
നമ്മൾ തിരിച്ച റൂമിലേക്ക് പോകണം. അങ്ങനെ ഫ്ലൈറ്റിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക്. ഇനി നാളെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം. ഇന്നലെ ഹൈദരാബാദ് ബിരിയാണി ട്രൈ ചെയ്ത് ഇന്നെന്തെങ്കിലും വെറൈറ്റി ഫുഡ് വാങ്ങിയിട്ട് വേണം തിരിച്ചു പോകാൻ. അൽഫാം, ബട്ടർ നാൻ, റൊട്ടി ഇതാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റി ഫുഡ്. കുഞ്ഞൂസ് ഒരു ചിക്കൻ്റെ പീസിൻ്റെ തന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ പേര് മറക്കണ്ട, ചായ ബജ്ജി.